ഈ ഒരു അവസ്ഥ വെച്ച് നല്ല അടിപൊളി കൃഷിസ്ഥലമൊക്കെ കാണണമെങ്കിൽ സത്യനന്ദിക്കാടിന്റെ സിനിമ എടുത്ത് നോക്കേണ്ട അവസ്ഥയാ. ചീരയ്ക്ക് തടവെടുക്കുന്നു, പടവലങ്ങയ്ക്ക് വള്ളി കെട്ടുന്നു, കോവയ്ക്ക പറിക്കുന്നു. പക്ഷേ അതിന്റെ ലൊക്കേഷനും അങ്ങ് പൊള്ളാച്ചിയില. ഈ കുളത്തിൽ സ്വല്പം വെള്ളമുണ്ട്. ഇനി നമ്മുടെ ചേച്ചീനെ കൊണ്ട് നമുക്കൊരു വെള്ളം ഒഴിപ്പിക്കാം. ഓക്കെ ചേച്ചി, ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ചേച്ചി. അങ്ങനെ ചെറിയ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യും. വിഷു അല്ലേ ചേച്ചി? എങ്ങോട്ട് ഒഴിക്കണ്ടേ? ചേച്ചി ഇഷ്ടമുള്ളത്തേക്ക് ഒഴിക്കുക. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്, കാടിന്റെയോ മലമോളാണ്, ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. പിന്നെ ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ജാട കാണിക്കുന്ന ഒരു ടീമുണ്ട്. ആരാന്നറിയാവോ? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മൾ വോട്ടർമാരിടുന്നൊരു ജാടയുണ്ട്. അമ്മാതിരി ജാടയാണെന്നേ. ആരാന്നറിയുവോ? വേറെ ആരുമല്ല, ദേ നമ്മുടെ ഈ കണിക്കൊന്ന. ചേട്ടാ, നിങ്ങൾ എൻ്റെ അടുത്ത് കൊഞ്ചാറുണ്ടാ, കുഴയാറുണ്ടാ? ഇതൊക്കെ പൊക്കോട്ടെ. 1 കിലോ കൊഞ്ച് മേടിക്കാൻ പറഞ്ഞിട്ട് എത്ര കാലമായി? എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൊഞ്ച്. ഗുജറാത്തിലോ മറുനാട്ടിലോ, ഗുജറാത്തിലോ മറുനാട്ടിലോ, നമുക്കെവിടേലും ഷൂട്ടു ചെയ്തു പോരാ. അമൃത ടെലിവിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ടൈമിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു ഗംഭീര സ്റ്റാൻഡ് പെർഫോമൻസുമായിട്ട് എത്തുന്നു ഇന്ദു. ഹായ്, ഞാൻ ഇന്ദു, കൊല്ലംകാരിയാണേ. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്. അതെ, വിഷു ആണ് ഇന്നത്തെ കണ്ടന്റ്. വിഷു ഒക്കെ അല്ലേ, നമുക്ക് നല്ലൊരു വിഷു പാട്ടോട് കൂടി തുടങ്ങാം. എനിക്ക് പാടാനൊന്നും അറിയില്ല, പിന്നെ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനൊരു 2 വരി പാടത്തില്ല. ആ നിർബന്ധിക്കുന്നവർ ഇവിടെ വന്ന് പാടേണ്ടി വരും. വിഷുവിനെ കുറിച്ച് പറയുമ്പോഴേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി, കൈനീട്ടം, ഇതൊക്കെയല്ലേ. പക്ഷെ എൻ്റെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കുണ്ടല്ലോ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? മീശമാധവനിലെ പിള്ളേശനെ കണി കാണിച്ചത്. ആരുടെയെങ്കിലും മനസ്സിലൂടെയൊക്കെ ഇപ്പോൾ ഒരു സീൻ പോയിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ജാട കാണിക്കുന്ന ഒരു ടീമുണ്ട്. ആരാന്നറിയാവോ? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മൾ വോട്ടർമാരിടുന്നൊരു ജാടയുണ്ട്. അമ്മാതിരി ജാടയാണെന്നേ. ആരാന്നറിയുവോ? വേറെ ആരുമല്ല, ദേ നമ്മുടെ ഈ കണിക്കൊന്ന. വിഷുവിന് ഒരാഴ്ച മുന്നേ വരെ ഒരില പോലും കാണാതെ പൂത്ത് തളിർത്തങ്ങനെ നിൽക്കും. തലേ ദിവസം ഒന്ന് ചെന്ന് നോക്ക്, മൊത്തം താഴെ കാണും. എല്ലാ സിനിമയിലെ നായികയ്ക്ക് എൻട്രി കൊടുക്കാൻ നേരം കുറേ മോളിൽ നിന്ന് വീഴുന്നു, മഞ്ഞപ്പൂ താഴെ കിടക്കുന്നു. അതൊക്കെ നായികയ്ക്കാന്ന് പറയാം. ഈ കൊന്നയ്ക്ക് ഇത് എന്തിൻ്റെ അഹങ്കാരമെന്ന് അറിഞ്ഞില്ല ഇതെല്ലാം കൂടെ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നത്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ കൊല്ലോ ഇത് കണ്ടപ്പം ഒടുക്കലത്തെ ദേഷ്യം വന്നു. ഞാൻ എന്തേതെന്നറിയാവോ? ഇതേലെ ഒരു 10-15 എണ്ണം അങ്ങ് വാങ്ങിച്ച് ആ കൊന്നമരത്തെ മൊത്തം കെട്ടി അങ്ങ് തൂക്കി. ഓ, അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു മനസ്സമാധാനം. ഞാൻ അങ്ങനെ മനസ്സമാധാനത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു പയ്യൻ, അന്നൊക്കെ നമ്മൾ ഈ കൊന്നപ്പൂ പറിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ 20 രൂപ 10 രൂപയൊക്കെ കിട്ടും. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറയുകയാണേ, ചേച്ചി അതിൽ നിന്ന് ഒരു കൊപ്പ് എനിക്ക് തരുമോ? ഞാൻ കൊണ്ടുപോയി 20 രൂപയ്ക്ക് കൊടുക്കാനാന്ന്. ഞാൻ 50 രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ സാധനം അവന് ഞാൻ 20 രൂപയ്ക്ക് കൊടുക്കാനെന്ന്. ഞാൻ പിന്നെ പണ്ടേ പാവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞ്, എടാ പൊന്നുമോനെ, നീ വല്ലവൻ്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്താൻ നിൽക്കല്ലേ എന്ന്. അവൻ ശക്തിമാൻ പോകുന്നതിനേക്കാളും വേഗത്തിൽ അപ്രത്യക്ഷനായി. പക്ഷേ ഈ കണിക്കൊന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഓണത്തിനുണ്ടല്ലോ എൻ്റെ വീട്ടിലെ പിച്ചി, ജമന്തി, മുല്ല എന്തിനേറെ പറയുന്നു, ചേന വരെ പൂത്ത്. കാര്യം എന്താ? ഇല്ലെങ്കിൽ ഇവർക്കറിയാം ഓണത്തിന് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അത്തപ്പൂക്കളം വാങ്ങി വെക്കുമെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, പണ്ടത്തെ വിഷുവായിരുന്നു നല്ലത്. കാര്യം അന്നൊക്കെ ആദ്യം കണി കാണുന്നത് ഞാനാണ്. നിങ്ങളിപ്പോൾ ഇതേപോലെ ഓട്ടുരുളിയിൽ എന്തൊക്കെയുണ്ട്, വെള്ളരി, ആപ്പിള്, ഓറഞ്ച്, കൃഷ്ണൻ എല്ലാം ആയിട്ട് കണി കാണുമല്ലോ. പക്ഷെ എൻ്റെ കണിയുണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് കണിയാണ്. കണ്ണ് തുറന്ന് നേരെ നോക്കിയാൽ കാണാം. വേറെ ഒന്നുമില്ല, ഞാൻ ഉറങ്ങാൻ പോകുമ്പം ഒരു കയറ് വലിച്ച് നേരെ കെട്ടും. അതിൽ ഇതേ കണക്ക് ഒരു കൊമ്പ് കണിക്കൊന്ന, ഇപ്പുറത്തൊരു കൃഷ്ണനെ തൂക്കിയിടും, ഇപ്പുറത്തൊരു മത്തങ്ങയും കാണും. കണ്ണ് തുറന്നാൽ ആദ്യം അത് കാണാം. പക്ഷെ ഒരു വർഷം ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ മറ്റേ മത്തം കാണുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞ് ഇപ്പുറം നോക്കിയപ്പം എടാ എൻ്റെ അനിയത്തിയുടെ തലയും കാണുന്നില്ല. ഇത് വന്ന് വീണത് ഇവളുടെ മുഖത്തായിരുന്നേ, അതുകൊണ്ട് മാസ്ക് പോലിരുന്നു, മനസ്സിലായില്ല. അതാണ്. ഇനിയിപ്പം വിഷുക്കണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കൈനീട്ടമാണല്ലോ. നിങ്ങൾക്കൊക്കെ കൈനീട്ടമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അന്നും കട്ടെടുക്കുമായിരുന്നേ. വേറെ ഒന്നിനുമല്ല. നിങ്ങൾ ആരെങ്കിലും ബോട്ട് ഓടിച്ചിട്ടുണ്ടോ? ബോട്ട് ഇല്ല, ഞാൻ ഓടിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച 1 മണിക്കൂർ ബക്കറ്റിനകത്ത് കിടന്ന് കറങ്ങും. വെറും 20 രൂപ. പക്ഷേ ഈ 20 രൂപ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഏതാണ്ട് ടൈറ്റാനിക്ക് വാങ്ങിത്തരാൻ പറഞ്ഞ എക്സ്പ്രഷൻ അമ്മയിടും. അതുകൊണ്ട് കട്ടെടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ.
അപ്പൊ വിഷുവിന്റെ കണിയും കൈനീട്ടവും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിഷു സദ്യ ഉണ്ണാം. ഏകദേശം 8 കൂട്ടം തൊടുകറികളും പായസവും എല്ലാം കൂട്ടി ഉണ്ണും. ഞാനല്ല, നിങ്ങള്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയാമോ സദ്യ? നീട്ടി ഒരു ഇല അങ്ങോട്ടിടും. അമ്മ മറ്റേ കലത്തോടെ എടുത്തോണ്ട് വന്ന് ഒറ്റ കമത്ത. എന്താ? വിഷുവിന്റെ അന്ന് ഉച്ചയ്ക്ക് കാർത്തിക പുഴുക്ക്. അത് എൻ്റെ വീട്ടിൽ മാത്രമുള്ള അപൂർവ സദ്യയാണ് കേട്ടോ. ഇനിയിപ്പം പായസത്തെ കുറിച്ച് പറഞ്ഞാൽ ഓണത്തിനെങ്ങാനും വെച്ചാലായി. പക്ഷേ ഉണ്ടല്ലോ, ഈ പായസം മിക്സ് ഇറങ്ങിയൊരു സമയമുണ്ട്. അങ്ങനൊരു സമയത്ത്, ഈ വിഷുവിൻ്റെ സമയത്ത് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം പായസം ഉണ്ടാക്കണമെന്ന്. അന്നാണെങ്കിൽ ഈ പായസം ഉണ്ടാക്കുന്ന വിധമൊന്നും ഇതിലില്ല. എങ്കിലും അമ്മൂമ്മ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന്, വീട്ടിൽ പശുവുണ്ട്, പാലുള്ളതിൻ്റെ അഹങ്കാരം, ഒരു ചരുവ നിറയെ പാലിനകത്ത് ഈ ഒരു പാക്കറ്റ് ഇട്ട് കലക്കി. ശരിയാവുന്നില്ല. അപ്പം അമ്മൂമ്മയ്ക്ക് ഒരു ഐഡിയ, കുറച്ച് മാവ് പൊടിയിട്ട് കഴിഞ്ഞാൽ കുറുകുമല്ലോ. കുറച്ച് മാവിട്ടു, ശരിയായില്ല. വീണ്ടും മാവിട്ടു, ശരിയായില്ല. വീണ്ടും മാവിട്ടു, അതാ വിജയിച്ചിരിക്കുന്നു. അടിപൊളി മധുരമുള്ള കാടി ആ വർഷം വിഷുവിന് എൻ്റെ വീട്ടിലെ പശു കുടിച്ചു. അതിൻ്റെ നന്ദി ആ ഒരു വർഷം മുഴുവൻ പശു അവിടെ കാണിക്കുകയും ചെയ്തു. പിന്നെ ഈ ഊണൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് എൻ്റെ പാപ്പനെയാണ്. പാപ്പൻ എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛൻ, അച്ഛൻ്റെ അനിയൻ സരസൻ. സരസൻ എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ രസികനായതുകൊണ്ടല്ല, പുള്ളിയുടെ പേരാണ് സരസൻ. അല്ലെങ്കിലും ഇപ്പൊ പേരും സ്വഭാവവും തമ്മിൽ ബന്ധം വേണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. സുന്ദരനായതുകൊണ്ടല്ലോ നമ്മൾ ഒരാൾക്ക് സുന്ദരൻ എന്ന് പേരിടുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു വിഷുവിന് ഗുരുവായൂർ പോയി തൊഴണമെന്ന്. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു വിഷുവിന് ഞാനും പോയി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ. അത് നിർമ്മാല്യം തൊഴണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പം നമ്മൾ ക്യൂവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ക്യൂവിൽ പോകാമല്ലോ. ഞാൻ നേരെ പടിഞ്ഞാറേ നടയിൽ ചെന്നു. ഭയങ്കര ക്യൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കിഴക്കേ നടയിലോട്ട് പോകാമെന്ന്. അവിടെ ചെന്നിട്ടും എനിക്ക് പറ്റുന്നില്ല, അത്രയും സമയം നിൽക്കാൻ വയ്യ. പിന്നെ നേരെ ഞാൻ വടക്കേ നടയിലോട്ട് പോയി. ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഒടുക്കം തെക്കേ നട മാത്രമല്ലേ ഉള്ളൂ ബാലൻസ്, അതും കൂടി അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് രക്ഷയില്ല. ഏകദേശം ഒരു 4 റൗണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റി നടന്ന് അവസാനം മാരത്തോൺ ഓടിത്തോറ്റ പോരാളിയെ പോലെ ഞാൻ അങ്ങനെ കുഴഞ്ഞിരിക്കാൻ ഭാവിച്ചപ്പം അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നു, കൊല്ലത്ത് നിന്നും വന്നിട്ടുള്ള ഇന്ദു എത്രയും വേഗം വണ്ടിയുടെ അടുത്തേക്ക് വരേണ്ടതാണ്, ബാക്കിയുള്ളവരെല്ലാം തൊഴുതിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ മാത്രമേ കാണാതിരുന്നുള്ളൂ, ഞാനേ കാണാതിരുന്നുള്ളൂ ഉണ്ണിയേട്ടാ. ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിച്ച് ഞങ്ങൾ ആഘോഷിച്ച വിഷു അത് കഴിഞ്ഞ വർഷമായിരുന്നു. അതും എൻ്റെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അമ്മുമ്മ 5000 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ച് പൊട്ടിച്ചു. വിഷുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരോടുള്ള ശത്രുത കൊണ്ടാണ്. അവർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമല്ലോ, അത് കാണുമ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് തീരെ സഹിക്കത്തില്ലെന്നേ. പുള്ളിക്കാരത്തി ഞങ്ങളെല്ലാം പെരയ്ക്കകത്ത് പിടിച്ചിട്ട് അങ്ങ് കഥ അടയ്ക്കും. അങ്ങനെ ഈ പകരം വീട്ടാൻ കിട്ടിയ അവസരമാണല്ലോ വിഷുവിന്. അങ്ങനെ വിഷു വന്നു, അമ്മുമ്മ പടക്കം മേടിച്ചു. പക്ഷേ മറ്റവരെ കാണിക്കണമല്ലോ. അങ്ങനെ ഏകദേശം അവരുടെ വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ടുവച്ച് ഒരു പടക്കം പൊട്ടിച്ചു. പിന്നെ കൊരവപ്പും മത്തപ്പും ഇതൊക്കെ കണ്ടപ്പം ആ പാട്ടിയുടെ കൊച്ചുമോനുണ്ട് കേട്ടോ, അവന് ഭയങ്കര സന്തോഷം. അവൻ നല്ല ബഹളം വെക്കാൻ തുടങ്ങി. അവിടെ നിന്ന് കൈ കൊട്ടുന്നു, ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് പാട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കത്താതെ കത്താതെ. ഇത് കേട്ടിട്ട് എൻ്റെ അമ്മുമ്മ, ഓഹോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പടക്കം പൊട്ടരുതെന്ന് നീ നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് എന്നും പറഞ്ഞ് അകത്തിരുന്ന പടക്കം എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചു. അടിപൊളി. തൃശ്ശൂർ പൂരത്തിന് മറ്റേ വെടിക്കെട്ട് നിന്ന് കത്തുന്ന പോലെ അരമണിക്കൂർ നിന്നങ്ങ് പൊട്ടി. അവിടുത്തെ എരുത്തില് കോഴിക്കോട് ലൈൻ കമ്പി പോസ്റ്റ് വിത്ത് ട്രാൻസ്ഫോമർ. മറ്റേ ഫയർഫോഴ്സുകാർ വന്ന് തീ അണച്ചു വന്നു. ഒരു 3.25 മണിക്കൂർ എടുത്ത്, അത്രേ ഉള്ളൂ. പിന്നെ KSEBക്കാർ വന്ന് ഫൈൻ അടിച്ചു വന്നു. ഒരു 1,60,000 രൂപ. അങ്ങനെ അടിപൊളി വിഷുവായിരുന്നു കഴിഞ്ഞ കൊല്ലം. പിന്നെ ഇത്തവണത്തെ വിഷു ഞാനിങ്ങോട്ട് പോരാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മൂമ്മേനെ തിരക്കി പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന്. അപ്പോൾ ഇവർ പറഞ്ഞേ, അമ്മച്ചി വിഷു പ്രമാണിച്ച് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ്റെ 4 ഗഡു ഇന്ന് തന്നെ ഉണ്ട്, വരണമെന്ന്. അപ്പം ഞാൻ ഇങ്ങോട്ടും പോരുന്നു, മുത്തശ്ശി അങ്ങോട്ടും പോയി. അപ്പോൾ ഉണ്ട് ഞാൻ ഇവിടെ നിങ്ങൾ ഫ്ലോറിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫോൺ കോള്. ഹലോ, എന്താ മോളെ, ഞാൻ ഇത്തവണ വോട്ട് ചെയ്യാൻ പോത്തില്ലടി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അമ്മൂമ്മേ? എടി അവന്മാർ പറ്റിച്ചടി, 4 മാസത്തെ പെൻഷൻ്റെ കൂടെ 4 ലഡുവും കൂടി തരാമെന്ന് പറഞ്ഞു, അത് തന്നില്ലെന്ന്. അപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, ആരെങ്കിലും ഒരു വോട്ടിന് തോറ്റാൽ അതെൻ്റെ അമ്മുമ്മയാണ് ചെയ്യാത്തത്, വെറും ഒരു ലഡുവിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്തതായിട്ട് ഈ വർഷത്തെ വിഷു കൈനീട്ടം തരാൻ വേണ്ടി രമേശ് ചേട്ടൻ ഇങ്ങോട്ട് വരുന്നതും കാത്ത് ഞാനിവിടെ നിൽക്കുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇതെന്താ ഇത്, കയ്യിൽ കൊന്നപ്പോ ഡ്രസ്സിൽ കൊന്നപ്പോ നന്നായിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തതാണ്, മനോഹരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ല തമാശകളൊക്കെ ആയിരുന്നു. ചോദിക്കാം,
ഇന്ദു ആ കണിയുടെ കൂടെ വന്ന ആരെ പോലെ ഐശ്വര്യമായിട്ട് നിൽക്കുന്ന കയ്യിലൊരു കൊന്ന മാല മുല്ലപ്പൂ എല്ലാം കൂടെ ഇരിക്കുന്നത് നല്ല രസമായിരുന്നു. നല്ല തമാശകളുണ്ടായിരുന്നു. കൈനീട്ടൊക്കെ ഉണ്ണിച്ചേട്ടൻ തരും. ഇവരല്ലേ തിയേറ്ററിൽ നിന്ന് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഈ ഓറഞ്ച് തന്നെ ഇത് കഴിഞ്ഞാൽ വിൽക്കാൻ പാകത്തന്നെ ഞാനിരിക്കുന്നത്. അപ്പം നല്ല പരിപാടിയായിരുന്നു. സൂപ്പറായി കേട്ടോ. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാടിൻ്റെയോ മലമോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാടിൻ്റെയോ മലമോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. ഇരുണ്ട മാനത്ത് പൊട്ടി വിരിയണ ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തുരുകണ കനവിന്നോവ്. നമ്മുടെ പ്രിയ സുഹൃത്ത് ശരത്ത് ഒരു ഗംഭീര മാജിക്. പിന്നല്ല, ഒരു മെഗാ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാജിക് എന്ന് പറയാൻ പറ്റിയ മെന്റലിസാണ്. ഇരിക്കുന്ന ഗസ്റ്റിന്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചെടുത്താൽ കൊള്ളാന്നുണ്ട്. മഹിമ നമ്പേര് പാടി. അപ്പോൾ ഒരു ചെറിയ ഒരു 3-4 മാജിക് പ്ലസ് മെന്റലിസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ മാലയുടെ നെക്ലേസ് ഇടുന്ന ഒരു ചെറിയ ബോർഡ് ഉണ്ട്. എല്ലാവരും കണ്ടല്ലോ ഈ ബോർഡ്? കണ്ടല്ലോ. ഇതിൽ മാലയൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ മാലയൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. ഈ കവറിലൊരു മാലയുണ്ട്. ക്ലിയർ ആയോ? ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. അപ്പോൾ മാല ഞാൻ എടുത്തു. ഇതൊരു മുത്തുമാലയാണ്. ഓക്കെ, മുത്തുമാല ഞാൻ ഇട്ടു. ഇതിനകത്തിട്ടു. എല്ലാവരും കണ്ടല്ലോ മുത്തുമാല? ഇതിനകത്ത് ക്ലിയർ ആണല്ലോ അല്ലേ? അത് മുത്തുമാല ഞാൻ എടുത്തു. വീണ്ടും എടുത്തിട്ട് ഈ മുത്തുമാല എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിനകത്തില്ല. ഓക്കെ, ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ മുത്തുമാല വീണ്ടും ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എല്ലാവരും കണ്ടല്ലോ? കവറിൻ്റെ ഉള്ളിൽ കിടക്കണ്ടല്ലോ. മുത്തുമാല ഇല്ല, എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഈ മുത്തുമാല ഇല്ലാത്ത സാധനം തിരിച്ചു വെച്ചിട്ട് ഈ മാല എടുക്കുകയാണ്. ഈ മാല എൻ്റെ കൈ കൊണ്ട് എടുക്കുകയാണ്. നോക്കിക്കോട്ടോ, എല്ലാവരും കണ്ടല്ലോ അല്ലേ? മുത്തുമാലയുണ്ട്. ഈ മാല ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഈ മാല എൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. എൻ്റെ കയ്യിലാണ് ഇപ്പം മാല ഇരിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ കവറിൻ്റെ ഉള്ളിലില്ല. മാല എൻ്റെ കയ്യിലുണ്ട്. കണ്ടല്ലോ? കവറിൻ്റെ ഉള്ളിലില്ല. കവർ ഞാൻ മാറ്റുകയാണ്. കവറ് പിടിച്ചോളൂ. ഓക്കെ, കയ്യിലുണ്ട് മുത്തുമാല. ഈ കയ്യിലേക്ക് മാറ്റുകയാണ്. ഈ കയ്യിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ മുത്തുമാല ഇതിനകത്തേക്ക് ഓൾറെഡി വരുത്തുകയാണ്. ഓക്കെ, ഇട്ടോട്ടെ? എല്ലാവരും സപ്പോർട്ടല്ലേ? ഇട്ടോട്ടെ? ഈ മാല ഞാൻ ഇടുകയാണ്. മുത്തുമാല ഇതിനകത്ത്. ഇനി അടുത്ത ശരിക്കും നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ആ മേക്കപ്പിന് മുമ്പ് വന്നാൽ ഡയാനയ്ക്ക് ഇങ്ങനെ 4 മാല ഇട്ട് കൊടുത്താൽ ഷൂട്ട് നേരത്തെ നടന്നു പോയാൽ ഞങ്ങൾ അതിനുവേണ്ടി എത്ര നേരമാണ് എല്ലാ ദിവസവും വേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? തീർച്ചയായിട്ടും. ഇനി അടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ബോർഡാണ്. ഇത് സാധാരണ ഒരു ബോർഡ്. ഈ ബോർഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റ്, അതായത് ഉണ്ണിച്ചേട്ടൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് തെളിഞ്ഞു വരും. ഓക്കെ, അത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കാണാലോ? 10 മിനിറ്റോ? അല്ല, 10 സെക്കൻഡ്. 10 സെക്കൻഡ് മതി. വെറും 10 സെക്കൻഡ്. ജസ്റ്റ് എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആർക്കും ചെക്ക് ചെയ്യാം. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബാക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്തില്ല. ഓക്കെ, കണ്ടല്ലോ? ബോർഡിലേക്കല്ല നോക്കണ്ടേ? ബോർഡിലേക്ക്. ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ ഓൾറെഡി ഈ ബോർഡിന്റെ ഉള്ളിൽ വരും. എല്ലാരും കണ്ടല്ലോ? ബോർഡിലില്ലല്ലോ അല്ലേ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ കുടമാണ്. ഈ കുടത്തിൽ ഒരു സ്വല്പം വെള്ളമുണ്ട്. ഇനി നമ്മുടെ ചേച്ചീനെ കൊണ്ട് നമുക്കൊരു വെള്ളം ഒഴിപ്പിക്കാം. ഓക്കെ,
ചേച്ചി ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ചേച്ചി. അങ്ങനെ ചെറിയ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യും. വിഷു അല്ലേ ചേച്ചി? എങ്ങോട്ട് ഒഴിക്കണ്ടേ? ചേച്ചി ഇഷ്ടമുള്ളത്തേക്ക് ഒഴിക്കുക. ഇതിനകത്തുള്ള വെള്ളം ഞാൻ കമത്തി കളയാണേ. ചേച്ചിനെ കൊണ്ട് ഒഴിപ്പിക്കണേ. ആ ആ ഉവ്വ്. ആ ഇനി ഞാൻ ചേച്ചിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുകയാണ് ഈ കുടത്തിലേക്ക്. ഒരു കുപ്പിയില്ലേ തുറന്നോ ചേച്ചി, തുറന്നോ. വെള്ളം ഒഴിച്ചോ, ഒഴിച്ചോളൂ. വെള്ളം ഉണ്ടോ? ഇല്ല. എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്ക്. ചേച്ചി ഒഴിച്ചു കേട്ടോ, വെള്ളം ഒഴിച്ചു. ഒരു സാങ്കല്പികമാണ്. ആ ചേച്ചി മനസ്സുകൊണ്ട് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം നമ്മൾ എന്തായാലും ഈ കുടം കമത്തി കാണിച്ചാണല്ലോ അല്ലേ, ഒന്നുകൂടെ കാണിക്കാണ്. ഓക്കെ, ഇനി ഒഴിക്കണോ? ഒന്നുകൂടെ ഒഴിച്ചു. ഒഴിച്ചോളൂ. ഒഴിക്കുക ചേച്ചി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ? ആ വെള്ളം ഇപ്പൊ വീണ്ടും ഒഴിച്ചു. ഇനി കുടത്തിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. കുട കമത്തി. ഓക്കെ, ഇനിയും വേണമെങ്കിൽ ഇനിയും ഒഴിച്ചാൽ ഇനിയും വരും കേട്ടോ. എന്തോരം വേണമെങ്കിലും വരും. അതൊരു അക്ഷയപാത്ര കുടമാണ്. ഗംഭീരമായി. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നമ്മൾ പറയുന്ന സാധനങ്ങളൊന്ന് എഴുതി കാണിക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലൊരു ബോർഡാണ്. ഈ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു 6 കോളമുണ്ട്. ഓക്കെ, ഈ 6 കോളമുണ്ട്. ഈ 6 കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 6 കോളത്തിൽ നമ്മൾ എഴുതാൻ പോവാണ് ഓരോ കാര്യങ്ങൾ. എഴുതണത് ഒരു പ്രത്യേകതയുണ്ട്. ഈ എഴുതണ കാര്യങ്ങൾ, പറയണ സാധനങ്ങൾ നമ്മൾ എഴുതി കാണിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ആദ്യം, അതായത് നമ്മുടെ ഗസ്റ്റായിട്ട് ഉണ്ണിച്ചേട്ടൻ മനസ്സിൽ ഒരു പൂ വിചാരിക്കണം. ഒരു പൂവ്? ഒരു പൂവിൻ്റെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ, വിചാരിച്ചല്ലോ. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാമോ? ഞാനത് എഴുതാൻ പോവാണേ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോളൂ, ആ പൂ ഏതാണ്? ഞാൻ വിചാരിച്ച പൂവിന്റെ പേര് അല്ലേ? Yes. റോസാപ്പൂ. റോസ്. ഓക്കെ, ഇനി ഓക്കെ, മഹിമ ചേച്ചി ഒരു നടന്റെ പേര്. കാരണം ആ ഡയാനയ്ക്ക് ഒരു ചേച്ചി കിട്ടിയപ്പോ മഹിമ ഇവിടുന്ന് ഇതാണ് ഒരു നിമിഷം വൈകുന്നില്ലെന്നുള്ളതാ. കലക്ക് ചേട്ടാ, ഒരു നടന്റെ പേര്, ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് ആലോചിച്ചോ? ഞാൻ എഴുതിക്കോട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടച്ചു വെച്ചോ. ഞാൻ എഴുതി. ആ പേരൊന്ന് പറയോ? ഉണ്ണിമുകുന്ദൻ. ശരി, ഉണ്ണിച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് ഉണ്ണിമുകുന്ദൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എൻ്റെ കയ്യിലൊരു ചീട്ടുണ്ട്. ആ ചീട്ടിൽ നിന്ന് ഒരു ചീട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതൊരു കുത്ത് ചീട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ആ ചീട്ട് എടുക്കാം. ഷഫിൾ ചെയ്യാൻ പറ്റും. ടഫായിക്കോളൂ. രഞ്ജിത്ത് സാറിന് കുറച്ച് മെന്റലിസം അറിയാമെന്ന്. ഒരു മെന്റലിസം കണ്ടിട്ടാണ് ജയസൂര്യനെ വെച്ച് ആ പടം പിടിച്ചത്. ഇത് അദ്ദേഹം ഷഫിൾ ചെയ്തതാണ്. ഇനി പറയുന്നിടത്തുനിന്ന് ഒരു ചീട്ട് എടുക്കാം. ഞാൻ ഷഫിൾ ചെയ്യും, സ്റ്റോപ്പ് പറയണേ, സാറിന് സ്റ്റോപ്പ് പറയാം, അവിടെ നിന്ന് ഒരു ചീട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് പറയണോടത്ത് നിന്ന് എടുക്കാം. സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഈ ചീട്ട് എടുക്കുക. ഓക്കെ, എടുത്തോളൂ. ഓക്കെ, വേണമെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ശരി, ഞാനൊന്ന് എഴുതുവാണേ. എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചീട്ട് ഏതാണെന്ന് പറയൂ. ഓക്കെ, ഇനി ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒന്നാണോ എന്ന് നോക്കണം. അതാണ് മെന്റലിസം. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചത് ഒന്നാണോ നോക്കാം. ഓക്കെ, റോസ്. ഉണ്ണിമൂന്തൻ. ഓക്കെ, ഇനി എടുത്ത ചീട്ട് ഡയമണ്ട് ട്രീ അല്ല ആഡിയൻ ട്രീ തന്നെയായിരുന്നു. ഓക്കെ, ആ ആഡിയൻ ട്രീ തന്നെയാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. അടിപൊളി. അത് മെന്റലിസം എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യം. അല്ല, ഞങ്ങൾ മെന്റലിസ്റ്റുകൾ അത് അധികം പുറത്ത് പറയാറില്ല രഹസ്യങ്ങൾ. മഹിമയ്ക്ക് അത് പഠിക്കേണ്ടി വരും. ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് എനിക്കൊക്കെ ഇത് കിട്ടിയത്.
അത് അങ്ങനെ മൈക്രോ എക്സ്പ്രഷൻസ്. എനിക്കൊന്ന് പഠിപ്പിച്ചു മഹിമയുടെ ഒരു ഇമ അനങ്ങിയാൽ അത് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക്. അതാ. Once upon a time വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ഇനി അടുത്തതായി ലിയ അൻഷാദിന്റെ രസകരമായ ഒരു സ്റ്റാൻഡപ്പ് കാണാം. നമസ്കാരം, ഞാൻ ലിയ. വിഷു മലയാളിയുടെ സ്വന്തം കാർഷികാഘോഷം. ഈ ചിപ്പിച്ചേച്ചി ഇല്ലാതെ പൊങ്കാല ഇല്ല എന്ന് പറയുന്ന പോലെയാണ് വിഷു ഇല്ലാതെ വിഷുവാഘോഷം ഇല്ല. ഈ മേടമാസ പുലരിയിൽ മലയാളിയുടെ ഒരു വിഷുക്കണി എന്ന് വെച്ചാൽ ഒരു ഓട്ടുരുളി നിറച്ച് ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ചക്ക, മാങ്ങ, തേങ്ങ, കണിവെള്ളരി, കണിക്കൊന്ന, തൊട്ടടുത്തൊരു നിലവിളക്കും അതിൻ്റെ ഒത്ത നടുക്കൊരു ഉണ്ണി മുകുന്ദനും. അയ്യോ, ഈ ഉണ്ണിമുകുന്ദൻ ഉദ്ദേശിച്ചത് ഇതല്ല കേട്ടോ. ഈ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, കണ്ണൻ എന്നൊക്കെയാണുള്ള അർത്ഥം. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വിഷുവും ഓണവും ഒക്കെ മലയാളിയുടെ ആണെങ്കിലും ഇത് അറിഞ്ഞൊന്ന് ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടുകാർ കനിയണം. പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയിൽ മാരിമുത്തു വിത്തിടണം. പൂക്കളം ഇടണമെങ്കിൽ തോവാളയിൽ ജയന്തി ജമന്തി നടണം. ഇനിയൊന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയിൽ ശെൽവരാജ് ഇരുന്ന് പണിയെടുക്കണം. നമ്മൾ ചോദിച്ചാൽ പറയും ഞങ്ങൾ കൺസ്യൂമർ സ്റ്റേറ്റാന്ന്. ഒന്നുമല്ല, മടിയാ. മലയാളിക്ക് മടിയില്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് കുടിയാ. ഈ ഒരു അവസ്ഥ വെച്ച് നല്ല അടിപൊളി കൃഷിസ്ഥലമൊക്കെ കാണണമെങ്കിൽ സത്യനന്ദിക്കാടിന്റെ സിനിമ എടുത്ത് നോക്കേണ്ട അവസ്ഥയാ. ചീരയ്ക്ക് തടവെടുക്കുന്നു, പടവലങ്ങയ്ക്ക് വള്ളി കെട്ടുന്നു, കോവയ്ക്ക പറിക്കുന്നു. പക്ഷേ അതിന്റെ ലൊക്കേഷനും അങ്ങ് പൊള്ളാച്ചിയില. ഇതിനൊരു കാരണമുണ്ട്. തമിഴ്നാട്ടുകാർ മൊക്കിന് ചെടി നടും, നമ്മൾ മൊക്കിന് കൊടി നടും. ഈ ഒത്തൊരുമ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഇല്ല കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിഷുവിന് തെക്കോട്ട് വെജ് ആണെങ്കിൽ വടക്കോട്ട് നോൺ വെജാ. ഓണത്തിന് തെക്കോട്ട് നോൺ വെജ് ആണെങ്കിൽ വടക്കോട്ട് വെജ്. വെറുതെ അല്ല നിങ്ങൾ തെക്ക് വടക്ക് നടക്കണമല്ലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളി പൊളിയാട്ടോ. കാരണം പ്രശ്നം എന്താണെന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുന്ന പ്രശ്നക്കാർ വരെ നമുക്കുണ്ട്. ഈ മലയാളികളുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞ മലയാളികൾക്കാണ് പ്രശ്നം. മലയാളികൾ ഭയങ്കര സഹായ മനസ്കതയുള്ളവരാ. കാലത്ത് മുതൽ വൈകിട്ട് പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും. എന്നിട്ട് ഡെയിലി അടിക്കുന്ന മദ്യവും അടിക്കാത്ത ലോട്ടറിയും എടുത്ത് സർക്കാരിനെ സഹായിക്കും. അതുപോലെ തന്നെ മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ കേരള ഫ്രൈഡ് ചിക്കൻ KFC എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പ് തുറന്നു. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി, KFCയുടെ ഫ്രണ്ടിൽ ഒരു നാടൻ എടുത്തിട്ടാലോ എന്ന്. നാടൻ KFC എന്ന് എഴുതി വെച്ചതും തൊട്ടടുത്ത ബിവറേജിലേക്കാളോ ആളായി ഈ കടയിൽ. ഈ ഒരു ഐഡിയ ഞാനും പ്രയോഗിച്ചു. എൻ്റെ ടൗണിലുള്ള ഒരു ഹോട്ടലുണ്ട്, ബെസ്റ്റ് ഫുഡ്സ് എന്നാണ് പേര്. ഞാൻ അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി വീട്ടിലെ ഊണ്. ഇപ്പം നല്ല തിരക്കുണ്ട്, നല്ല ആളുമുണ്ട്. ഈ മലയാളികൾ ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, സ്നേഹം പ്രകടിപ്പിക്കില്ല. ഒട്ടുമിക്ക മലയാളി ഭർത്താക്കന്മാരും ചാക്കോമാഷിനെ പോലെയാ. കണക്ക് പഠിപ്പിക്കുമെന്നല്ല, അവരുള്ളിലാണ് സ്നേഹം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭർത്താവ് ഫ്രണ്ടിൽ നടക്കും, ഭാര്യ ബാക്കിൽ നടക്കും, മക്കൾ നടുക്ക് നടക്കും. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഭർത്താവിന്റെ മൊട്ടും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പുറകിൽ വരുന്ന സ്ത്രീയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധമില്ലാന്ന് തോന്നും. പക്ഷെ മക്കളുടെ എണ്ണം കണ്ടാൽ അറിയാം അവർ തമ്മിൽ നല്ല ബയോളജി, നല്ല കെമിസ്ട്രി ഉണ്ടെന്ന്. എന്റെ ഭർത്താവും ഇങ്ങനെയാ. പുറത്തു പോയി കഴിഞ്ഞാൽ നാലാളുടെ മുന്നിൽ വെച്ച് അടുത്തിരിക്കില്ല, തോളത്ത് കൈയിടില്ല, കെട്ടിപ്പിടിക്കില്ല. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, അപ്പോഴും ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ജീവിതം KSRTC ബസ് പോലെയാ. ഏത് റൂട്ടിൽ കൂടെ ഓടിയാലും നഷ്ടം മാത്രമേ ഉള്ളൂ. ഈ KSRTCയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, ഇവർ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഈ KSRTC കയറുന്ന അതേ സ്വഭാവം മലയാളികൾക്ക്. ഭയങ്കര തിക്കും തിരക്കുക. ഇവരുടെ തിക്കും തിരക്കും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഓടിച്ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള വിൻഡോ സീറ്റിൽ ചെന്നിരിക്കാന്ന്. വെറുതെ വെറും ഷോ. ഈ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ, ഒരൊറ്റ ദുബായ് യാത്രയിലൂടെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, സുധാകരൻ ചേട്ടൻ. പുള്ളി ദുബായ്ക്ക് ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതും പെട്ടെന്ന് ഒരു ഞെരുക്കവും ഒരു ഭയങ്കര ശബ്ദവും. അപ്പൊ തന്നെ പുള്ളി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എന്റെ ചിനക്കുത്തൂർ ഭഗവതി, ഞാൻ അടുത്ത വിഷു ഉത്സവം ഞാൻ തന്നെ നടത്തിക്കോളാന്ന്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഫ്ലൈറ്റിന്റെ ടയർ വന്നടിച്ചതിന്റെ സൗണ്ടാണ്. പിന്നെന്ത് പറയാനാ, 1.5 വർഷം ഗൾഫിൽ കടന്ന് പട്ടിപ്പണി എടുത്ത് 2 ആനയും 12 ശിങ്കാരിമേളവും ഉൾപ്പെടെയുള്ള ഉത്സവം ഗംഭീരമാക്കി ഒരു ഗൾഫിൽ പോക്കിന് 12 ലക്ഷം രൂപ ചെലവ് വന്നു. ഇതുപോലെ തന്നെയാണ് മലയാളികൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. എടാ വിഷുവൊക്കെ എന്താ, ഓണമൊക്കെ ആയില്ലേ, വിഷുവൊക്കെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പറയും, എന്ത് വിഷു എന്ത് ഓണം, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ. എന്നാൽ അവൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി നോക്കിയാൽ കാണാം 4 വക പായസം കൂട്ടി ഊണ്, 40,000 രൂപയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്ന ഭാര്യ, രാത്രി പൊട്ടിക്കാൻ 25,000 രൂപയുടെ പടക്കം. എന്നിട്ട് പറയാ എന്ത് വിഷു എന്നൊക്കെ. അല്ല, നമ്മളും ഇടയ്ക്ക് ഇങ്ങനെയാ. നമ്മളും ഈ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ചിന്തിക്കാറില്ലേ,
എന്ത് ജീവിതോ ചത്താ മതിയായിരുന്നു എന്നൊക്കെ അപ്പൊ തന്നെ ചെയറൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ പറയും ദൈവമേ ഇപ്പൊ ചത്തേനേന്ന്. ഇതാണ് മലയാളികൾ. ഈ മലയാളികൾ മൊത്തത്തിൽ 2 തരത്തിലേ ഉള്ളൂ. ഒന്ന് ഉണ്ണിമുകുന്ദനെ പോലെ ഡീസൻ്റ് ആയവരും, പിന്നെ ഒന്ന് നല്ലവനായ ഉണ്ണിയെ പോലെ ഡീസൻ്റ് ആയവരും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി വിഷു. ലിയ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ലിയ വീട് തൃശ്ശൂരാ? നമ്മൾ ഒരേ നാട്ടുകാരാ. ഒറ്റപ്പാലം. ഞാൻ പാലപ്പുറം, ചേട്ടൻ കയറമ്പാറ. ആണല്ലേ? പാലപ്പുറത്താ? ആ പാലപ്പുറത്താ. ഓ താങ്ക് യു. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് കേട്ടോ ഉണ്ണി. ഞങ്ങൾ ഇടയ്ക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് വഴിയൊക്കെ വരാറുണ്ട്, അവിടെ വന്ന് കറങ്ങും. ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരാം, അടുത്തന്നെ. ഓക്കെ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ലിയ അടിപൊളിയായിരുന്നു. ഉണ്ണിമുകുന്ദനെ പറ്റിയുള്ള വർണ്ണനയൊക്കെ സൂപ്പർ ആയിരുന്നു. ഗുഡ് ജോബ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സ്ത്രീകൾ കുറവാണ്. അപ്പം എല്ലാവിധ ആശംസകളും. സർ, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സ്ത്രീകളുടെ നമ്പർ ഇപ്പം കുറച്ച് കൂടി വരികയാണ്. കാരണം നമ്മളൊരു എൻറ്റയർ സീസൺ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കേസുമാമ, അതായത് റിക്വസ്റ്റ് ആണ്. ഓക്കെ, എൻ്റെ അടുത്തൊരു കഥയിരിപ്പുണ്ട്, നല്ലൊരു സ്റ്റോറിയാണ്. അപ്പൊ അത് ഉണ്ണിക്ക് പറ്റിയതാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കഥ കേട്ടിട്ട് ഞാൻ പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കേട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ പുള്ളി അതിൽ അഭിനയിക്കട്ടെ. അത് തീർച്ചയായിട്ടും അദ്ദേഹം കേൾക്കാൻ പോവല്ലേ പാട്ടിലൂടെ. അപ്പൊ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള എന്തായാലും പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണിയോട് ഒരു കഥ പറയാം, ഒരു സൂപ്പർ ഹീറോ കഥ പറയാം. ഉണ്ണിയോട് ഒരു കഥ പറയാം, ഒരു സൂപ്പർ ഹീറോ കഥ പറയാം. ഗുജറാത്തിലോ മറുനാട്ടിലോ, ഗുജറാത്തിലോ മറുനാട്ടിലോ നമുക്കെവിടേലും ഷൂട്ടു ചെയ്തു പോരാം. ഉണ്ണിയോട് ഒരു കഥ പറയാം, ഒരു സൂപ്പർ ഹീറോ കഥ പറയാം. ഫൈറ്റും കുറെ ചെയ്സുമുണ്ടതിൽ, ഗസ്റ്റായി സണ്ണി ലിയോൺ. തലയിൽ ചുറ്റിക്കെട്ടായി നിൽക്കുമീ സിക്കിന്റെ ലുക്കാണിതിൽ. 3 പെങ്ങന്മാർക്കു നീ ചേട്ടനാ, ചാക്കോച്ചനാരെന്ന് അറിയും വരെ. വില്ലൻ സിംഗ് എന്നുള്ള പേരും കൂടെ ചേർത്ത് ഉണ്ണി നീ സ്റ്റാറായിടും. നിന്നെ ഞാൻ സ്റ്റാറാക്കിടും. ഉണ്ണിയോട് ഒരു കഥ പറയാം, ഒരു സൂപ്പർ ഹീറോ കഥ പറയാം. ഗുജറാത്തിലോ മറുനാട്ടിലോ, ഗുജറാത്തിലോ മറുനാട്ടിലോ നമുക്കെവിടേലും ഷൂട്ടു ചെയ്തു പോരാ. നമസ്കാരം. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡിയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും യാദൃശികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി ജനിക്കാൻ പോകുന്നവരായിട്ട് യാതൊരു വക ബന്ധവും ഈ സ്റ്റാൻഡപ്പ് കോമഡിക്കില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനിത് പഠിച്ചു പോയി. ഞാനും നമ്മുടെ യൂസഫ് അലി സാറും, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന യൂസഫ് അലി സാറും ഒരു കാര്യത്തിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കാശിൻ്റെ കാര്യത്തിലാണ്. കാശിൻ്റെ കാര്യത്തിലല്ല, ചാളയുടെ കാര്യത്തിലാണ്. അതായത് യൂസഫ് അലി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ചാള. അതുപോലെ തന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ചാള. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഞാൻ ചാള മേടിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കിറ്റ് ചാള മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മോട് പറഞ്ഞു, അമ്മേ വേഗം അങ്ങോട്ട് കറി വെച്ചേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി ആ കിറ്റ് മേടിച്ച് കിറ്റിലേക്ക് നോക്കിയതും എൻ്റെ അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. എൻ്റെ അമ്മ എന്നോട് പറയും, എൻ്റെ പൊന്നു മോനെ എത്ര കാലമായിടാ നിന്നോട് 1 കിലോ അയില മേടിക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ അയില. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് 1 കിലോ അയില മേടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അമ്മയ്ക്ക് ഞാൻ 1 കിലോ അയില കൂടെ മേടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ അച്ഛൻ്റെ മുഖം മാറും. കാരണം എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ചെമ്പല്ലിയാണ്. ഇനി അച്ഛന് 1 കിലോ ചെമ്പല്ലിയും എൻ്റെ അമ്മയ്ക്ക് 1 കിലോ അയിലും മേടിച്ചു എന്ന് വിചാരിക്കാം. രമേശേട്ടാ, എൻ്റെ പെണ്ണിൻ്റെ മുഖം മാറും. ഇവളെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇവൾ എന്നോട് പറയാ, ചേട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് കൊഞ്ചാറുണ്ടാ,
കുഴയാറുണ്ടായി. ഇതൊക്കെ പൊക്കോട്ടെ, 1 കിലോ കൊഞ്ച് മേടിക്കാൻ പറഞ്ഞിട്ട് എത്ര കാലമായി. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൊഞ്ചാണ്. എൻ്റെ വീട്ടിൽ 95 വയസ്സ് പ്രായമുള്ള ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മ നേരം വെളുത്ത് കഴിഞ്ഞാൽ തുടങ്ങും, ഡാ ബിനാ 1 കിലോ കൂന്തൽ മേടിക്കടാ, 1 കിലോ കൂന്തൽ മേടിച്ച് കറി വെച്ച് കഴിച്ചിട്ട് ചാവാൻ പറ്റുമോ? എൻ്റെ അമ്മാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൂന്തലാണ്. സത്യം പറയാലോ, എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. 8 പേർക്കും 8 തരം മീനോടാണ് ഇഷ്ടം. ഈ 8 പേർക്കും 8 തരം മീൻ ഞാൻ ഡെയിലി മേടിക്കണമെങ്കിൽ ചുരുങ്ങിയത് 800 രൂപ വരും. എനിക്ക് ആകെ ഡെയിലി കിട്ടണ കൂലി 800 രൂപയാണ്. ഈ 800 രൂപയ്ക്ക് ഞാൻ മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ച് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസർ കണ്ടു കഴിഞ്ഞു തീർന്നു. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് വീടിന് ലോൺ പാസ്സായിരിക്കുക. ഡെയിലി 800 രൂപയ്ക്കൊക്കെ മീൻ മേടിക്കുന്നവന് നമ്മൾ എന്തിനാ പഞ്ചായത്തിൽ നിന്ന് വീടിന് ലോൺ പാസ്സാക്കണേന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു തരാം ചേട്ടാ, എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ശേഷം മീൻ മാർക്കറ്റിലേക്ക് ചെല്ലും. അപ്പൊ അവിടെ ബാലൻസ് വരുന്ന മീൻ ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് വരുന്ന മീൻ, ഇതൊക്കെ ഇവർ കൂട്ടിയിട്ടിട്ട് പലവക എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. 200 രൂപ കൊടുത്താൽ മതി, വയറ് നിറച്ച് കിട്ടും. ഇന്നലെ 200 രൂപയ്ക്ക് ഞാൻ പലവകയും മേടിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന്, എൻ്റെ പൊന്നെ എൻ്റെ വീട്ടിൽ വിഷോണം വന്ന മാതിരിയാണ്. അതായത് വിഷും ഓണം ഒരുമിച്ച് വന്ന മാതിരി ഭയങ്കര ആഘോഷം, പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഈ പലവകയെന്ന് 2 അയില എടുത്തിട്ട് എൻ്റെ അമ്മ അടുക്കളയിൽ പോയിട്ട് പാടാ, അയില വറുത്തതുണ്ട്, അയില പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല അയില കറിയുണ്ട്. എൻ്റെ ഭാര്യ ഈ പലവകയെന്ന് 2 കൊഞ്ചിനെടുത്തിട്ട് കൊഞ്ചിക്കുന്നു, വാ വാവോ വാ വാ വാവോ അമ്മയുടെ മോനാരോ. എൻ്റെ അമ്മാമ്മ ഈ പലവകയെന്ന് 2 കൂന്തലും കൈപിടിച്ച് അകത്ത് കൂന്താളിച്ച് നടക്കും. രമേശേട്ടാ, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന കണ്ടന്റ് പലവക, അതായത് പലതരത്തിലുള്ള കണ്ടന്റാണ്. ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള കണ്ടന്റിന് ഇഷ്ടം പോലെ ചിരിക്കുക. ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞല്ലേ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അപ്പാപ്പുണ്ട്, ആൾക്ക് വലിവും ശ്വാസമുട്ടൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പേര് വിട്ടി, രക്ഷയുന്നില്ല, നിങ്ങൾ വേഗം വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ നടയിലകത്താണ് അപ്പാപ്പനെ കിടത്തിക്കണേ. അപ്പോൾ ഇവനാണെങ്കിൽ അപ്പാപ്പൻ്റെ പെൻഷൻ കാശുമ്പോൾ ജീവിക്കണവനാ. അപ്പോൾ അവൻ പറയടാ, അപ്പാപ്പന് തീരെ വയ്യ, അപ്പാപ്പൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയെടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കണേ. നീ ഒരു കാര്യം ചെയ്യും, അപ്പാപ്പന് നല്ല കോമഡി പടം വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം ടി വിയിൽ ഒരു നല്ലൊരു കോമഡി പടം കളിക്കണ്ടേ, ആ പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല, അതിൻ്റെ ഡയറക്ടർ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നീ ടി വിയിൽ സിനിമ വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ എന്നെ വിളിച്ചു, ബിനു. ഞാൻ പറഞ്ഞു, എന്താടാ? നീ പറഞ്ഞത് കറക്റ്റാ, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, വളരെ കറക്റ്റാ. എൻ്റെ അപ്പാപ്പ ഇപ്പം ഉണ്ടല്ല കട്ടിലിൽ ചാരി ഇരുന്ന് ചിരിച്ച് സിനിമ കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ അപ്പാപ്പന് ഒരു കയ്യടി കൊടുത്ത മക്കളെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ എന്നെ വീണ്ടും വിളിച്ചു, ബിനു നീ പറഞ്ഞത് വളരെ കറക്റ്റാ, ചിരി ഐസ് വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, വളരെ കറക്റ്റാ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അല്ലടാ, അപ്പാപ്പ ഉണ്ടല്ലോ മുഖത്ത് നിന്ന് ഓക്സിജനൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൈയെട്ടിച്ചിട്ട് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി നീ 1 മണിക്കൂർ കഴിയാണ്ട് വിളിക്കേണ്ടെന്ന് പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ബിനു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയിട്ട്? അപ്പാപ്പൻ തുള്ളി ചാടി നടക്കണ്ട. അല്ലടാ, അപ്പാപ്പൻ പോയി, നാളെ 10 മണിക്കാണ് അപ്പാപ്പൻ്റെ പരിപാടി. ഞാൻ ചോദിച്ചത് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറയണത്, ഈ സിനിമയുടെ ഇന്റർവ്യൂവിൽ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കോമഡിയുടെ ഒരു അയ്യൊരു കളിയായിരുന്നു. അപ്പാപ്പൻ ചിരിച്ച് മുകളിലേക്ക് ശ്വാസം എടുത്തതാ, പിന്നെ അടിയിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാ പറയണ. ഞാൻ നില പോയി, അപ്പാപ്പൻ മരിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ചിരിച്ചിട്ടാണ് കിടക്കണം. അപ്പം ചിരി ആയുസ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ അത് ഏത് ചിരിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയമില്ലേ? ഇല്ലേ? പക്ഷെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിന്നൊക്കെ ആര് പ്രണയിക്കാനാണ്? ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്നൊക്കെ ആര് പ്രണയിക്കാനാണ്? എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, 1 വേ പ്രണയമായിരുന്നു. എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവളെ ഡെയിലി കാണാൻ തോന്നി. അപ്പോൾ ഇവളെ അത്യാവശ്യം ഡാൻസൊക്കെ പഠിക്കാൻ പോണ കുട്ടിയെ. അങ്ങനെയാണെങ്കിൽ ഇവള് ഡാൻസ് പഠിക്കാൻ പോകണടുത്ത് പോയി ചേരാം, അപ്പോൾ ഡെയിലി കാണാമല്ലോ. അങ്ങനെ എൻ്റെ അമ്മാമരെ മുറുക്കാൻ പാത്രത്തിൽ നിന്ന് ഒരു കീറിയ വിറ്റിലും ഒരു കഷ്ണം അടയ്ക്കും എടുക്കാത്ത ഒരു 5 നോട്ടും കൈ പിടിച്ച് ഞാൻ ടീച്ചറെ വീട്ടിൽ ചെന്നു. ടീച്ചറെ കണ്ട വഴിക്ക് ഞാൻ ദക്ഷിണ കൊടുക്കാൻ അരമണ്ഡലത്തിൽ അങ്ങോട്ട് നിന്ന്. ടീച്ചർ എന്നെ അടിമുടി നോക്കിയിട്ട് പറയും, ആണുങ്ങൾ കാലകത്താൻ പാടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കാല് സ്റ്റഡിയാക്കി വെച്ചു. ടീച്ചർ വീണ്ടും എന്നെ അടിമുടി നോക്കിയിട്ട് പറയാ, 10 പറ ചോറ് കൊള്ളാമെന്നൊരു വയറും കാക്കയുടെ കളറും ഒരു ഇളിഞ്ഞ മുഖം, കടക്ക് പുറത്ത്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, പോരാണ്ട് വീട്ടിലേക്ക് നടന്ന് കരഞ്ഞു, വീട്ടിലേക്ക് ചെന്നിട്ട് കരഞ്ഞു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എന്താ പൊന്നു മോനെ നീ എന്തിനാ കരയണം? ഞാൻ പറഞ്ഞു, കളറിൻ്റെ പേരിൽ ടീച്ചർ എന്നെ കളിയാക്കി. അപ്പം അമ്മ പറയാം, നീ ചിരിക്കണം. ഞാൻ പറഞ്ഞു, എങ്ങനെ ചിരിക്കും? നിന്റെ അച്ഛൻ്റെ അമ്മേരും കളർ എന്താ? കറുപ്പ്, അതുകൊണ്ട് നീ കറുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ ടീച്ചറാണ് കരയേണ്ടതെന്ന്. ഞാൻ അമ്മോട് പറഞ്ഞു, അതെങ്ങനെ അമ്മ ടീച്ചർ കരയാ? ടീച്ചർ അമ്മേരെ അച്ഛൻ്റെ കളർ എന്താ? കറുപ്പ്. ടീച്ചറെ കളറോ? വെളുപ്പ്. അപ്പം ടീച്ചറിലേക്ക് അറിയേണ്ടത്. പറഞ്ഞു നിന്നില്ല, അമ്പലത്തിൽ വെടിപ്പൊട്ടി. സത്യം. ഞാനിപ്പോൾ ഈ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഈ പരിപാടിക്ക് വരാൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പം ഞാൻ കടയിൽ കയറി കഴിഞ്ഞാൽ, സാധാരണ ഷർട്ട് എടുക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ ഈ ഇട്ട് പോയി ഷർട്ട് കവറിലാക്കിയിട്ട് അവിടെ നിന്ന് എടുത്ത ഷർട്ട് ഇട്ട് പോരും. അങ്ങനെ ഷർട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വഴിക്ക് കടക്കാരൻ പറഞ്ഞു, അവിടെ നിൽക്കാം അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ, അറിഞ്ഞുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. ഇനി അറിയാണ്ട് എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും, കാരണം CCTV ഉള്ള കാലമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആൾ പറയാം, അതെ നീ ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയി, ഈ ഷർട്ടും കൂടി കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ ആ ഷർട്ട് കവറിൽ വെച്ച് ബസ് വന്നപ്പോൾ ബസ്സിന് കൈയാട്ടി ബസ്സിൽ കയറി വഴിക്ക് കമ്പിയിൽ പിടിച്ച വഴിക്ക്
ഈ കഷത്തിന്റെ ഭാഗം കീറി. അപ്പൊ എനിക്ക് മനസ്സിലായി വെറുതെ അല്ല ഒന്നെടുത്ത ഒന്ന് ഫ്രീ. ഇത് വീട് വരെ എത്തണ്ടേ? ഇപ്പൊ എന്തെടുത്താലും ഫ്രീ. ഒരു ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ, ഒരു ഉടുപ്പ് എടുത്താൽ ഒരു ഉടുപ്പ് ഫ്രീ, ഒരു ട്രൗസർ എടുത്താൽ ഒരു ട്രൗസർ ഫ്രീ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാലം കഴിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി കുറച്ചുകൂടി കാലം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണ് ഫ്രീ കിട്ടിയാലേ. എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഭാഗം വരുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞോളോ. എൻ്റെ പെണ്ണ് സ്ഥിരമായിട്ട് കാണുന്ന പരിപാടി. അവളുടെ കൈ ഉണ്ടല്ലോ ഇരുമ്പ്. അവൾ ഒരു അടി അടിച്ചാണ്ടല്ല, 1.5 അടി അടിച്ചാൽ മാരിയാ. താങ്ക് യു. നല്ലൊരു കൈഡി കൊടുക്കാം. വിനു, ഹാപ്പി വിഷു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ചേട്ടാ. വിനു ഗംഭീര പ്രകടനമായിരുന്നു. ഓഫറിന്റെ കാര്യങ്ങളും അത് ഇതൊക്കെ രസമായിരുന്നു. ഈ വീട്ടിൽ പലർക്കും പല ഇഷ്ടം വരുന്നത് ആദ്യകാലങ്ങളിൽ ടി വി വന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പല ചാനലിലെ പല പരിപാടി പലർക്കും കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. മൊബൈലിന് ഇപ്പോൾ ആ പ്രശ്നമില്ല. എല്ലാവരും അവനവന്റെ മുറിയിൽ അവനവന്റെ കാര്യം നോക്കി ഇരിക്കുകയാണെന്നുള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നല്ല കണക്ട് ചെയ്യുന്ന വിഷയങ്ങളായിരുന്നു. ഷർട്ട് ഫ്രീ പറഞ്ഞത് ചില സാധനങ്ങൾ അങ്ങനെയാണ്. ഫ്രീ കിട്ടുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് വെറുതെ തോന്നും. ഒന്നും ഇല്ലേലും ഫ്രീ ആയി പോയതിന്റെ കുഴപ്പം തോന്നും. അതൊക്കെ ഗംഭീരമായി കേട്ടോ, സൂപ്പറായി. നമസ്കാരം. എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ ഈ കല്യാണം വൈകിയ 1 by 1 കിട്ടുന്നത് ശരിയാണ്. അല്ല അതുവരെ ഞാൻ വെച്ചാൽ കൊള്ളാം. എന്നിട്ട് ഫിനിഷിംഗ് കോമഡി മറ്റേ എന്തായിരുന്നു ഇടി കിട്ടുന്നല്ലേ? അല്ല, ഒന്ന് കഴിച്ചാൽ ഒരു പെൺകുട്ടി ഫ്രീ ആയിട്ട് നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ കോമഡിയിലും. ചിരിച്ച ആയുസ് കൂടുന്നു പറഞ്ഞല്ലോ ചേട്ടാ. എന്തായാലും എന്റെ ആയുസ് എന്തായാലും കുറച്ചും കൂടെ കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചിരിക്കാൻ പറ്റിയ ഒരുപാട്. താങ്ക് യു. അടിപൊളി. ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന സംവിധായകൻ ആരാണ്? ഇല്ല, അത് വെറുതെ ഒരു ഫ്ലോക്ക് പറഞ്ഞതാ. അങ്ങനെ പരിചയമുള്ള സംവിധായകൻ ഉണ്ടോ? എങ്ങനെ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നത്? പിന്നെ ഞാൻ ചിരിച്ചോണ്ട് നടക്കുള്ളൂ. ആ, അങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാര്യമായിട്ട്. ദേഷ്യപ്പെട്ട് ഞാനും കണ്ടിട്ടില്ല. Okay, Binu, thank you. So much everyone. Binu, പൊളിച്ചു അസലായിട്ടാ. Thank you. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി എത്തിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേർ. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻപിടി എത്തിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേർ. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ്. വേലായുധ ഹരോഹര. ഇത്താരകാസുരനെ വടിവേലൻ കൊട്ടാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ സൂര്യപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാനം കയറി ചെന്നാൽ അമ്പലമുണ്ട്, നേരം തിരയുമുണ്ട്. മുടിവെട്ടി മുടിയിൽ കാട്ടും മൂത്തോർക്കെല്ലാം തെയ്യത്തിൻ ലഹരിയുണ്ട്. വെற்றிവേൽ മുരുക മുരുക വേൽമുരുക ഹരോഹര. ഓ വേലായുധ ഹരോഹര. വേൽമുരുക ഹരോഹര. ഓ വേലായുധ
ഹരോഹര. ഫൺസ് അപ്പോൺ എ ടൈമിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കുക. ഫൺസ് അപ്പോൺ എ ടൈം വിഷു സ്പെഷ്യൽ എപ്പിസോഡിലെ വിഷു കാഴ്ചകളെല്ലാം പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു രസകരമായ എപ്പിസോഡിലൂടെ. Until then, bye bye.